ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് സോയ കൊണ്ട് ഒരു ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് സോയയുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് സോയ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാല പുരട്ടി വയ്ക്കാം. കോൺഫ്ലോർ ഇടുന്ന സമയത്തേക്ക് ഒരുപാട് എണ്ണ കുടിക്കത്തില്ല ഇതിലേക്ക്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. കുറച്ച് നേരമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ സോയ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഈ സോയ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അത് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള നൈസായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം വരെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികൾ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഈ മസാലയും സോയ എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും. ഒരുപാട് വെള്ളം ആവാനൊന്നും പാടില്ല. ഇത് ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ. ഒരു പെരട്ടിയ ഒരു രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി മാവുണ്ടല്ലോ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മേളിലായിട്ട് കുറച്ച് ഫില്ലിങ്ങും കൂടി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് മാവും കൂടെ തന്നെ മേളിലായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിലേക്ക് നമുക്കിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇഡ്ഡലിയെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് ഈ സോയ ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ അടിപൊളിയായിട്ടുള്ള സോയ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു തവണ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. കറികളുടെ ഒന്നും ആവശ്യമില്ല, എന്നാലും നമ്മുടെ ആ വെള്ള ചമ്മന്തിയൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇഡ്ഡലിക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.